ധനരാജ് അക്കൗണ്ടിൽ നിന്ന് 34,25,000 രൂപ പിൻവലിച്ചതിൽ 29,25,000 രൂപ കോൺട്രാക്ടർ ഉണ്ണിയുടെ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്നത്. അതായത് കണക്കിൽ പറയുന്ന 34,25,000 രൂപ ഈ ധനരാജിന്റെ വീട് നിർമ്മാണത്തിന് ചെലവായി എന്നാണ്. പക്ഷേ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്നത് 29,25,000 രൂപയാണ്. ഇതിന്റെ അവസാന വരിയിൽ പറയുന്നത് മുഴുവൻ വായിക്കുന്നില്ല, സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവും. KP മധുവിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് ബാക്കി തുക മാറ്റിയതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ബിജീഷ് രമേശ് ഡ. ഇതാണ് സെക്രട്ടറി. ഈ രേഖ ഉള്ളപ്പോഴാണ് സെക്രട്ടറി ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ റിപ്പോർട്ടിൽ 35 ലക്ഷം രൂപ അല്ലെ, 35 ലക്ഷം അല്ലേ, എത്രയാ ധനരാജ് ഫണ്ടെന്ന് ഓഫീസിന്റെ ചെലവിലേക്ക് പോയത് എന്ന് പറയുന്നത് എത്ര തുകയാ? എത്രയാ? 34 ലക്ഷത്തി. ധനരാജ് ഫണ്ടിന്ന് 35 ലക്ഷം രൂപ അല്ലെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് പോയി എന്ന് പറയുന്നില്ലേ? ഇല്ലേ? ഇപ്പം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് നോക്കുക, നമ്മുടെ ബി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കുക. നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അതിനകത്തുണ്ടല്ലോ ആ കണക്കില് 35 ലക്ഷം രൂപ ഇല്ലാന്ന്. 35 ലക്ഷം നിങ്ങൾ പറഞ്ഞ ഓടി രൂപ. എന്നാ പിന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ പറയുന്ന. അതായത് ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞ പേപ്പർ എടുത്ത് നോക്ക്, ആദ്യത്തെ ഇനം. അത് ശരിയാണ്. എന്നാ പിന്നെ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. അതല്ല, നിങ്ങളല്ല, നിങ്ങൾക്ക് തന്നയാള് കേട്ടാ. അല്ല, അതുറപ്പ്. ഞാൻ പറഞ്ഞതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നയാള് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാ. ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. ആ, നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാ. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുതരാം. അതായത് 35 ലക്ഷം രൂപയാണ് ഓഡിറ്റിൽ ആദ്യം കണ്ടെത്തിയത്. 35 ലക്ഷം. പക്ഷെ ഇപ്പം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം, പാർട്ടി ജില്ലാ കമ്മിറ്റി 40 ലക്ഷം അടിച്ചേൽപ്പിച്ചു. മനസ്സിലായില്ലേ? ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം അല്ല, 40 ലക്ഷമാണ് യഥാർത്ഥത്തിൽ ഏരിയ കമ്മിറ്റിയുടെ കൈവശമുള്ളത്. അതാണ് ആ ഗ്യാപ്പ് കാണുന്നത്. 40 ലക്ഷം. അതൊക്കെ പരിശോധിച്ചാണ്. അതിനെ കൊണ്ട് കണക്ക് നിങ്ങളോട് പറയിപ്പിക്കണം, ഞാൻ ഇപ്പം പറയുന്നില്ല. അത് കേസ് നടത്തുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയാം? അതായത് ഈ സീനിയർ അഭിഭാഷകന്മാർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകക്ക് നിങ്ങൾ സീനിയർ അഭിഭാഷകന്മാർ കിട്ടുമെന്ന് നോക്കുക. അതിന്റെ അപ്പുറത്തൊന്നും പറയുന്നില്ല. കേസ് നടത്തുന്നവർക്ക് അതറിയാം. സെക്രട്ടറി പറയുന്നതുണ്ട്. അതായത് ഏരിയ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് 35 ലക്ഷം. ധനരാജ് വീട് നിർമ്മാണം 29,25,000. KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് 5 ലക്ഷം. ധനരാജ് കുടുംബാംഗങ്ങളുടെ പേരിൽ സ്ഥിര നിക്ഷേപം 18 ലക്ഷം. മറ്റ് ചെലവുകൾ 2,32,524. വക മാറ്റിയ പലിശ 3,84,062. ഇതൊക്കെ വക മാറ്റിയെന്ന് പാർട്ടി തന്നെ രേഖയുണ്ട്. സെക്രട്ടറിയാണ് പറയുന്നത് വക മാറ്റിയിട്ടില്ല. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിന്റെ അകത്ത് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞല്ലോ. ആ 5 ലക്ഷം മറ്റൊരു വരവിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 50 ലക്ഷം 40 ലക്ഷം എന്ന് അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ധനരാജ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് പറയുന്ന വാക്കിന്റെ അകത്ത് ആ 5 ലക്ഷം അതിന്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 35 ലക്ഷം അല്ല, യഥാർത്ഥത്തിൽ 50 ലക്ഷമാണ്. അത് കൃത്യമായിട്ട് കണക്ക് പരിശോധിച്ചാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം നോക്ക്. ആ പുസ്തകത്തിൽ 35 ലക്ഷം അല്ല, 40 ലക്ഷമാണ്. നിങ്ങൾ മധുവിന്റെ പേരിൽ പേഴ്സണലായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ? ആ 5 ലക്ഷം ഉൾപ്പെടെ ചേരുന്നതാണ് ഈ 40 ലക്ഷം. കുഞ്ഞികൃഷ്ണൻ കണക്കല്ല, ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചതെന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ എഴുതിയല്ല ശരി. ജില്ലാ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയ കണക്കിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ച് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് എഴുതി വെച്ചത്. മനസ്സിലായില്ലേ? ജില്ലാ കമ്മിറ്റിയുടെ കണക്കാണ് ശരിയാ കണക്ക്, കുഞ്ഞികൃഷ്ണന്റെ കണക്കല്ല. അതാ പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചാൽ കണക്കാവൂല. എന്താ നിങ്ങൾക്ക് സംശയം? അദ്ദേഹം പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചതും അവതരിപ്പിക്കാത്തതുമായിട്ടുള്ള കണക്കാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ള കണക്കല്ല കുഞ്ഞികൃഷ്ണന്റെ കണക്ക്. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസാണ്.
അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്, വേറൊന്നുമല്ല. പാർട്ടി കൃത്യമായിട്ട് കണക്ക് അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തുവെങ്കിൽ അത് മൂടിവെക്കുന്ന പാർട്ടിയൊന്നുമല്ല CPIM. എല്ലാ തലങ്ങളിലും പരിശോധന നടത്തിയല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ശരി, അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ നേതാക്കളെയും പോയി കണ്ടു. എല്ലാ നേതാക്കളും ചേർന്നിട്ട് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ നേതാക്കളും നിൽക്കുന്നത്? ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ട് എന്ന് കരുതി ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറെ പേപ്പർ കൊടുത്ത് പുറപ്പെട്ടാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്ന് കൊടുക്കുന്ന പാർട്ടി എല്ലാ CPIM വസ്തുത പരിശോധിക്കും, കൃത്യമായുള്ള പരിശോധന നടത്തും. ആ പരിശോധന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാർട്ടി അംഗങ്ങളൊക്കെ ഇങ്ങനെ ഈ കണക്ക് ഇതൊക്കെ ഇതിന്റെ രേഖകൾ ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് വെക്കുന്ന പതിവുണ്ടോ? ശരിക്കും ഇങ്ങനെ പാടില്ലാത്തതാണ്. ഇതിൽ നിന്ന് അത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായിട്ടുള്ള മനസ്സുമായിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിവ്. എന്താ തെളിവ്? പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളുടെ ഫോട്ടോ കോപ്പി എടുത്ത് പുരക്കി വെച്ചിരിക്കുക. വഞ്ചനയാണിത്. പാർട്ടിയോടുള്ള കടുത്ത വഞ്ചനയാണ്. മധുവിനോടുള്ള ശത്രുത വർദ്ധിച്ച് പാർട്ടി വിരുദ്ധനായി ഇപ്പൊ പാർട്ടി ശത്രുക്കളുടെ വെറും ഒരു കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ, ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളെടുത്ത് സൂക്ഷിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ എടുത്ത് സൂക്ഷിച്ചത് പാർട്ടി രേഖയല്ലേ, വ്യാജരേഖയല്ലല്ലോ. പാർട്ടി രേഖയാണ് നിങ്ങൾ പറയുന്നല്ലേ. നിങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ വരവ് ചെലവ് കണക്ക്, അതിനകത്ത് ഈ സമ്മാന പദ്ധതി മുതൽ, ഞാൻ ലക്ഷങ്ങൾ പറയുന്നില്ല, സമ്മാന പദ്ധതി അതല്ല തെറ്റാണ്, അല്ല തെറ്റാ അദ്ദേഹത്തിന്റെ. ഇത് പാർട്ടിയുടെ, ഇത് കുഞ്ഞികൃഷ്ണന്റെ, ഇത് പാർട്ടിയുടെ. അപ്പൊ അതിനകത്ത് ഈ ബോംബെ ഹോട്ടൽ, റെയ്ഡ്കോ, പിന്നെ ജവഹർ വായനശാല, നാഷണൽ കോളേജ്, പ്രസ്, അങ്ങനെ വരവ് പറയണം. വരവ് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് ധനരാജ് ഫണ്ട് വരവ് 35 ലക്ഷം. സെക്രട്ടറി നേരത്തെ പറഞ്ഞത് തൽക്കാലം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് എന്നുള്ള പണം അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. തെറ്റാണ്. പാർട്ടിയുടെ രേഖയല്ലേ, അത് തെറ്റാണ്. എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല രേഖ. ഇത് പാർട്ടിക്കകത്തുള്ളതല്ല, പാർട്ടിക്കകത്തുള്ളതല്ല, അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രേഖയില്ല. പാർട്ടിയുടെ കണക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള തുക, അത് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്താലും ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയിട്ടാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് എത്ര തുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തൽക്കാലത്തേക്ക് വിനിയോഗിച്ചിട്ടുള്ളത്, അതും പാർട്ടി ഒരു ധാരണയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തുക ഏരിയ കമ്മിറ്റിയുടെ ചെലവിന് വേണ്ടി തൽക്കാലം ഉപയോഗിക്കുന്ന സമയത്ത് ആ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുത്തിട്ടാണ് അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആര് പറയും? നിങ്ങൾ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, അതല്ലേ പറയുന്നത്. അയാളിപ്പോഴ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാള് പകമൂത്തിട്ട് എതിരാളികളുടെ, പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്ന ഒരു മനുഷ്യൻ എന്തും വിളിച്ചു പറയും. അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് റിസീറ്റ് കാണാതായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാണാതായത് ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് കാണാതായത്. അയാളത് പാർട്ടിക്ക് മുമ്പിൽ എഴുതി തന്നു. പാർട്ടി കമ്മീഷന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇടതുപക്ഷ എന്നുള്ള 6 അടിച്ചല്ലോ, ഇടതുപക്ഷവും 6, ഇടതുപക്ഷവും 6. ആ ഇടതുപക്ഷ ചന്ദ്രശേഖരനുള്ള 6 ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിനകത്ത് 17-18 ആ ലീഫ് അദ്ദേഹം കാണുകയും ചെയ്തു. എത്രയോ ലക്ഷം രൂപ പിരിച്ചത്. പ്രശ്നം എന്താ വെച്ചാല്, ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 6 ഇറക്കുന്നു, പിന്നെ റസീത് ബുക്ക് ഇറക്കും. ആ 6 റസീത് ബുക്ക് പിരിവൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ പാർട്ടി തന്നെ ഒരാളെ ചുമതലപ്പെടുത്തും. അയാൾ നോക്കുമ്പോൾ 2 ബുക്ക് മാത്രമേ തിരിച്ചു വരുന്നു, 4 ബുക്ക് ഇല്ല. ഈ 2 ബുക്ക് പരിശോധിക്കുമ്പോൾ അതിൽ 2ഉം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. പയ്യന്നൂരിലെ സൊസൈറ്റി പ്രസ്സിൽ അച്ചടിച്ച സാധനത്തിന് പകരം ഈ വ്യാജന അച്ചടിക്കുന്നത് അവിടെ മലബാർ മറ്റോ അങ്ങനത്തെ ഒരു പ്രസിന്റെ പേര്, എന്നിട്ട് ഈ പയ്യന്നൂർ പിന്നെ സൊസൈറ്റിയുടെ പേര് തന്നെ വെച്ച് അച്ചടിച്ചിരിക്കുന്നു.
കാണാതെ പോയി എന്ന് സെക്രട്ടറി പറഞ്ഞല്ലോ, അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്ക് അതിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹം തന്നെ പിന്നീട് ടി.ഐ. മധുസൂദൻ MLA ആണ് ഇത് തന്നത്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞില്ല. അല്ല, ഞാൻ പറയട്ടെ. അപ്പം തിരിച്ചു കൊണ്ടുവരുമോ, കാണാതെ പോയതൊക്കെ തിരിച്ചു വരും. അപ്പൊ ഒരു ടി.ഐ. മധുസൂദനെ ഓഫീസ് സെക്രട്ടറിക്കൊന്നും റെസീറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് ഞാൻ വിട്ടു. അത് കുജീഷിന്റെ ആരോപണമായിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വെട്ടിപ്പ് നടന്നു, അത് കണ്ടുപിടിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഇതെല്ലാം തിരിച്ചെത്തുന്നത് എങ്ങനെയാണ് മൂടി വെക്കപ്പെടുന്നത്? അതായത് ഈ വെട്ടിപ്പ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിലെത്തുന്നത്? എങ്ങനെയാണ് വ്യാജ റസീറ്റ് CPM പോലൊരു പാർട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് റെസീറ്റ് പ്രൂഫ് നോക്കുന്നത് മണ്ഡല സെക്രട്ടറിയാണ്. മണ്ഡല സെക്രട്ടറി പ്രൂഫ് നോക്കിയപ്പോൾ ഇടതു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൂഫ് നോക്കിയിട്ട് മാറ്റിയടിക്കാൻ വേണ്ടി പറയുന്നു. മാറ്റിയടിക്കാൻ വേണ്ടി ആള് പ്രസ്സിലെത്തുമ്പോഴേക്ക് ഇടത് ജനാധിപത്യ മുന്നണി എന്നുള്ള റെസീറ്റ് അടിച്ചു കഴിഞ്ഞു. അതെടുത്ത് ഓഫീസിൽ വെക്കുന്നു. അതിന്റെ കൂടെ ഇടതു ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന റെസീറ്റ് കൂടി പിന്നീട് അടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. കേക്ക് ഞാൻ ഇടതു എന്നുള്ളത് 2 എണ്ണം അടിച്ചു. ഇടതു എന്നുള്ള ഇടതുപക്ഷ എന്നുള്ളത് 6 അടിച്ചു എന്നാണ് പറഞ്ഞല്ലോ. അതിൽ 2 എണ്ണം ആദ്യം ഒന്ന് വ്യാജമാണ്. ഇടതു എന്നുള്ള പേര് 2 റെസിപ്റ്റ് വ്യാജം. അതില് ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലാതെ ബേജാറാവില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. 3 ടൈപ്പ് അതില് എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് ഈ ഓഫീസിൽ റെസീറ്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് പാർട്ടി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ടി.ഐ. മധുസൂദൻ, അദ്ദേഹത്തെയാണല്ലോ നിങ്ങൾ വളരെ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് കൃത്യമായി അതേ റെസീറ്റ്, അത് വ്യാജ റെസീറ്റ് ആയിരുന്നില്ല, ഒറിജിനൽ റെസീറ്റ് ആയിരുന്നു. ആ റെസീറ്റ് പാർട്ടിയുടെ മുമ്പാകെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു നിങ്ങളോട്? 2 തിരിച്ചു വന്നല്ലോ. നിങ്ങള് അതായത് ഈ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി.ഐ. മധുസൂദനാണ്. വി. കുഞ്ഞികൃഷ്ണനോട് നിങ്ങൾ പോയി ചോദിക്കുക. വി. കുഞ്ഞികൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത ടി.ഐ. മധുസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് പാർട്ടിക്ക് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ ചോദിക്കേ. ടി.ഐ. മധുസൂദൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ടി.ഐ. മധുസൂദൻ ഒരു റെസീറ്റേ കൊടുത്തിട്ടുള്ളൂ. ആ റെസീറ്റ് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ അത് വി. കുഞ്ഞികൃഷ്ണനോട് ചോദിക്കുക. അപ്പൊ അത് അയാളല്ലോ കൊടുത്തത്. 20 പേരിൽ നിന്ന് 23 ലക്ഷം രൂപ ടി.ഐ. മധുസൂദൻ പിരിച്ചിട്ടുണ്ട്. കറക്റ്റല്ലേ? എനിക്കറിയില്ല. ഞാനല്ല കണക്ക് പരിശോധിച്ചത്. അതെന്ന് ടി.ഐ. മധുസൂദന്റെ റെസീറ്റ് ഈ കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. ടി.ഐ. മധുസൂദൻ അത് എനിക്കറിയില്ല, ഞാൻ ഓഡിറ്റ് ചെയ്ത ആളല്ല. അതായത് ടി.ഐ. മധുസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് തിരിച്ച് മണ്ഡലം കമ്മിറ്റിക്ക് വന്നിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റി ആ റെസീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതയുള്ളതായിട്ട്, എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. അല്ല, അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി.ഐ. മധുസൂദനെയാണ്. ടി.ഐ. മധുസൂദന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള റെസീറ്റ് കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് പക്ഷെ അത് ആദ്യം തന്നെ ആ റെസിപ്റ്റ് പറഞ്ഞ രീതിയിൽ ഒരു വ്യാജ റെസിപ്റ്റ് അവിടെ വന്നു. പിന്നീടാണ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പുതിയ റെസിപ്റ്റ് എടുത്തത്. അപ്പൊ നമ്മൾ വലിയ കള്ളത്തരമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മതയുണ്ടല്ലോ. പയ്യന്നൂര് സൊസൈറ്റി പ്രസിൽ എന്താ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ വലിയ കള്ളത്തരം എന്നൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ അങ്ങനെ വർത്താനം പറയാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കുക, നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണ്ട. അത് ശരിയല്ല. ചോദ്യം കഴിഞ്ഞില്ല, അതിനുമ്പ് ഇതില്ല. ഞാൻ പറഞ്ഞത് വലിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഒരു സൂക്ഷ്മതയുണ്ടാവും. അപ്പൊ ഇതിനകത്ത് പയ്യന്നൂർ സൊസൈറ്റിയിൽ പ്രസിൽ അച്ചടിച്ച ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിക്കുന്നത് വേറൊരു പ്രസ്സിലാണ്. പക്ഷെ ആ പ്രസ്സിൽ അച്ചടിച്ച പേരല്ല, പ്രസിന്റെ പേര് പോലും മറ്റേത് ആദ്യത്തെ പയ്യന്നൂർ പ്രസിന്റെ പേരിടുന്നു. ഇതാ ഞാൻ പറഞ്ഞ സൂക്ഷ്മത. ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഒരു റെസീറ്റ് അടിക്കുമ്പോൾ അത് കള്ളത്തരമല്ലേ? അതെന്താണ് പാർട്ടി സമ്മതിക്കാത്തത്? അതായത് റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പാർട്ടി അന്വേഷണ കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓഫീസ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് പുറത്താക്കി.
അദ്ദേഹത്തെ പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. മനസ്സിലായോ? അത് നിങ്ങൾക്ക് പിടിക്കേണ്ട ചോര പിടിക്കേണ്ട ടി എ മസൂദ് തന്നെയാ. ടി എ മസൂദിനെ ചോര പിടിക്കാനുള്ള വകുപ്പ് അതിൽ ഇല്ലേ? ഉണ്ടെങ്കിലല്ലേ ചോര പിടിക്കേണ്ടത്. ഒരു അതിൽ വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മേലെ അധികം ചോദിച്ചിട്ട് കാര്യമില്ല. MLA-ക്കെതിരെ ഒരു ഓഫീസ് സെക്രട്ടറി അല്ലെങ്കിൽ MLA ആണ് ഇത് ചെയ്തതെന്ന് പറയൂ, അങ്ങനെ മൊഴി നൽകും. ഓഫീസ് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രീതി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം പലരോടൊന്നും ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് അത് ഓഫീസിൽ ഏൽപ്പിക്കുന്നതാണ് പറയുക. മനസ്സിലായില്ലേ? ഓഫീസിനെ അത്രയും വിശ്വാസത്തിലെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആരുടെങ്കിലും ഒരു ഫണ്ട് ശേഖരിക്കുന്നു, ഞങ്ങൾ ചിലപ്പോൾ നേരിട്ട് ഫണ്ട് ശേഖരിക്കാറില്ല പലപ്പോഴും. അപ്പോൾ ഓഫീസിൽ അത് ഏൽപ്പിക്കണം എന്ന് പറയുന്നു. ഓഫീസിൽ ഏൽപ്പിച്ച് റെസീറ്റ് ചേർക്കേണ്ടത് ഓഫീസിന്റെ ചുമതലയാണ്.